അപ്പോൾ ഇന്ന് ഞാൻ നമ്മളെ എന്താ പറയുക ഒരു മാങ്ങേൻ്റെ ഇതിൻ്റെ പരിപ്പെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കുറ്റ്യാട്ടൂരാണല്ലോ, കുറ്റ്യാട്ടൂർ മാങ്ങേൻ്റെ തൈ ഇങ്ങനെ പായി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പരിപ്പെടുക്കലാണ്. അപ്പോൾ ആരെല്ലോ ഇങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം കൊണ്ടുപോയാൽ അവർ പറയും പിന്നെ ഇതിങ്ങനെ നട്ടിട്ട് നമ്മളതൊന്നും ഒറ്റ പൊടിക്കുന്നില്ല എന്ന്. പക്ഷെ അവർക്ക് ഈ പരിപ്പെടുക്കാൻ അങ്ങനെ അറിയുന്നില്ല, അതുകൊണ്ടാണ് അവർക്കിത് പൊടിക്കാത്തത്. അപ്പോൾ നമ്മൾ പറയും അതിൻ്റെ എടുത്താലേ വേറെ നട്ടാലേ പൊടിക്കുള്ളൂ എന്ന്. അപ്പോൾ പരിപ്പെടുക്കാൻ അറിയാത്തത് കൊണ്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പരിപ്പെടുക്കുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇങ്ങനെ ചെത്തുക വേണ്ടത്, ഇങ്ങനെ ചെത്തണം. ഇങ്ങനെ ചെത്തിയിട്ട് ഇതാണ് ചെത്തേണ്ടത്. ഈ ഭാഗം കുറച്ച് മുറിഞ്ഞു പോയാലും പ്രശ്നമില്ല. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ പൊടിപ്പുള്ളത്. ഈ പൊടിപ്പിൻ്റെ അടുക്കുന്ന ഇങ്ങനെ മേലേക്കിടി ഇങ്ങനെ തടയും പോലെ എടുക്കാത്തു. ഇങ്ങോട്ട് മുറിക്കാം, ഇങ്ങോട്ട് പിന്നെയും മുറിക്കാം. ഈ സ്ഥലത്താണ് അതിൻ്റെ പൊടിപ്പുള്ളത്. അപ്പോൾ ആടെ മുറിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു പുഴുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പുഴുണ്ട്. അപ്പോൾ ആ പുഴുവാണിത് കേട്ടോ. ഈ ഒന്നിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ എടുത്തിട്ടതാണ്. ഈ പുഴു കാരണം ആണ് ഇത് ഒരറ്റി പൊടിക്കാത്തത്. നമ്മൾ മാവിൻ്റെ കീഴിൽ ഒരുപാട് വീണിട്ട് ഒരുപാട് മാങ്ങ അടിയൂ. അപ്പോൾ അടിഞ്ഞാലും ഇതിൻ്റെ പിന്നെ 2 or 3 അങ്ങനെ പൊടിക്കുക, ബാക്കി പൊടിക്കില്ല. അത് പൊടിക്കാതെ കാരണം വെച്ചാൽ ഈ പുഴു ഉള്ളത് കൊണ്ടാണ്. ഈ പുഴുവിനെ എടുത്ത് കളയണം. അപ്പോൾ എപ്പോൾ മുറിക്കുമ്പോൾ ഈ മുന മുറിഞ്ഞു പോകണം. ഇതിങ്ങനെ ഇതൊന്നും സാരമില്ല, ഈ ഉടവൊന്നും സാരമില്ല. ഈ പുഴുവിനെ എടുത്തങ്ങ് കളയേ വേണ്ടു. ഇനി പാക്കറ്റിൽ മണ്ണ് നിറച്ചിട്ട് അതിലിങ്ങനെ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ടാൽ പൊടിക്കും. കണ്ട, ഇതിപ്പോൾ ഇതിൻ്റെ മുളയാണ്. മുള കണ്ട, ഇതെല്ലാം ഈ മണ്ണെല്ലാം ഇങ്ങനെ കളഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പുഴു കണ്ട, എല്ലാൻ്റെ ഉള്ളിലുണ്ടാവും. എല്ലാൻ്റെ ഉള്ളിലും ഉണ്ടാവില്ല, അധികയിലും ഉണ്ടാവും പുഴു. അപ്പോൾ പുഴുവിനെ എടുത്ത് കളഞ്ഞാൽ നമുക്ക് നട്ടാൽ പൊടിക്കുള്ളൂ. അപ്പോൾ അതാണ് ആർക്കും ഒരുവിധാക്കൊന്നും ഇത് അറിയില്ല, ഇത് എടുക്കേണ്ടത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതിങ്ങനെ എടുത്ത് കളയണം. അപ്പോൾ 2 എണ്ണം ഞാൻ മുറിച്ച് 2 എണ്ണത്തിൻ്റെ അകത്ത് നിന്ന് വേണ്ട പുഴു കിട്ടി, 2 പുഴു കിട്ടി. വേണ്ട, ഇത് ഒരിക്കലും പൊടിക്കൂല അങ്ങനെയുള്ളത്. അപ്പോൾ ഇതിങ്ങനെ മുറിക്കെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കൈക്കല്ലാവുന്നതിനും നമുക്ക് പേടിയല്ലേ. അപ്പോൾ കുറച്ചിങ്ങനെ വെള്ളാറ്റണം വെയിലത്ത് വെച്ചിട്ട്, ഈ കൈ വഴുതുന്നതിന്. ഇതിലിപ്പം കുറച്ച് വഴുക്കുണ്ട്, വഴുതാതെ എടുക്കണം. കുറച്ചിങ്ങനെ വെള്ളാറ്റണം. ഇത് അധികം ഉണക്കറ് വെയിലത്തിട്ടിട്ട്, അധികം ഉണക്കി ഇതിൻ്റെ പരിപ്പിന് ഉടവ് വരും, പൊടിക്കൂല പിന്നെ. അപ്പോൾ ഞാനിപ്പോൾ എളുപ്പത്തിന് എന്താ ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതിങ്ങനെ ഇങ്ങനെ ആ വര മാത്രം ഇങ്ങോട്ടാക്കി കൊടുക്കണം, വര മാത്രം. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കുട്ടയോ എന്തെങ്കിലും വെച്ചിട്ട്, ഇതിപ്പോൾ ഇങ്ങനെ ആവുന്നില്ല, നല്ലൊരു കട്ടിയുള്ളൊരു കുട്ടയോ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കുറച്ചിങ്ങോട്ട് തെറിച്ചെടുക്കുക ചെയ്യുക. അപ്പോൾ ഈ തല മുറിഞ്ഞു പോയാലും പ്രശ്നമില്ല, ഈ തല കുറച്ച് മുറിഞ്ഞാലും പ്രശ്നമില്ല. ഇതെടുക്കുമ്പോൾ ഈ മുകളിൽ മാത്രം മുറിയരുത്. അപ്പോൾ ഇങ്ങനെ തിക്കി എടുക്കുമ്പോൾ ഒന്ന് പരിപ്പ് പൊട്ടിപ്പോറ്, അതിനാണ് കുറച്ചും കൂടി ഇങ്ങനെ ആക്കേണ്ടത്. എന്നെങ്കിലേ ഇതിങ്ങനെ വരുള്ളൂ. ഈ അടിഭാഗമാണ് ഇങ്ങോളം മുറിയേണ്ടത്, അടിഭാഗം മുറിയണം മേലും. ഇതിപ്പം കണ്ട പുഴു വരുന്നുണ്ട, അധികം പുഴു ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതാണ് എപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ വലിയ പുഴു തിന്നണ്ട, അതിനകത്ത് 2 എണ്ണം വന്ന് 2 എണ്ണം. ഇതാണ് എന്ന് വെച്ചാൽ നമുക്ക് ചെറുപ്പത്തിലേ ഇതിങ്ങനെ അറിയാം. എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിന്. നമ്മൾ ഇങ്ങനെ പാവിയിട്ട് തൈ വിൽക്കലെല്ലാം ഉണ്ട്, പക്ഷേ ഇപ്പം പിന്നെ അങ്ങനെ വിൽക്കലൊന്നുമില്ല. ഈ മെനക്കെടാൻ മടിച്ചിട്ട് ഇതിങ്ങനെ പരിപ്പെടുത്തിട്ട് കുറേ പാവിയിട്ട് വർഷമാകുമ്പോൾ ആൾ വരും ഇത് മേടിക്കാൻ.
അപ്പോൾ അധികയിലും ഈ പുഴുവുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളാറാൻ വേണ്ടി വെയിലത്ത് വെച്ചതാണ്. അത് ഞാനിങ്ങനെ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തു വയ്യ. എന്നാൽ അടിഭാഗം ആവുമല്ലോ. അടിഭാഗം കുറച്ച് മുറിഞ്ഞു പോയാലും പ്രശ്നമില്ല. ഇവിടെ മാത്രം ഇങ്ങനെ ആക്കണം. ഉണ്ടാ അടിഭാഗം ഈ ഭാഗം ലേശം മുറിഞ്ഞാലും ഒന്നുമില്ല. അധികം മുറിയരുത്, എന്നാലും കുറച്ച് മുറിഞ്ഞു പോയാലൊന്നുമില്ല. ഈ മൊനയാണ് ഒന്നും ആകരുത്. എന്നിട്ട് പിന്നെ എല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ഇതിൽ തന്നെ വെച്ച് ഇങ്ങനെ നടുന്നതിനൊന്നുമില്ല. ഇത് കളയണം, പക്ഷേ എങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഒരൊറ്റ പൊടിക്കില്ല. ഇങ്ങനെ നോക്കി കളഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക വേണ്ടത്. അതിൽ പുഴുവില്ല, അതിൻ്റെ അകത്തൊന്നും പുഴുവില്ല. ഇത് നല്ല അതെല്ലാം പുഴു പോയി, എല്ലാം പോയി. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപ്പ് എടുക്കേണ്ടത്. അറിയാത്തവർക്ക് ഏത് മാങ്ങയായാലും, നമ്മൾ ടൗണിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന മാങ്ങയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ പുഴു ഉണ്ടാവില്ല. ഈ മാങ്ങയിൽ ഭയങ്കര പുഴുവാണ്. ഇതെല്ലാം മോശമായി. ഇതിൻ്റെ പുഴു വന്നിട്ട് ഇത് മോശമാണ്. ഇങ്ങനെ കുറച്ച് പതുങ്ങി അങ്ങനത്തെ മോശമൊന്നും എടുക്കരുത്. അതാണ് ഇതിങ്ങനെ കുറച്ച് വെള്ളാറുകയോ ചെയ്യാതെ നമുക്ക് പിടിക്കുമ്പോൾ ബഴുതറും അങ്ങനെ. ഇതിപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തിയാളാന്ന് ഇങ്ങനെ കൊത്തൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും. ഇത് കുറച്ച് അറ്റത്തോളം ഇങ്ങനെ മുറിക്കണം, ഇങ്ങോളം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുങ്ങനെ അതിൻ്റെ ആ ഒരു നാര് പോലത്തെ മാത്രം കളയൽ. ഇങ്ങ് മേലോട്ട് കുറച്ചധികം മുറിക്കുക. അപ്പോൾ ചിലവർ എന്ന് വെച്ചാൽ അറിയാത്തവർ വെയിലത്തിട്ട് ഭയങ്കരമായിട്ട് ഉണക്കിയിട്ട് പിന്നെ ഇതിൻ്റെ പരിപ്പെടുക്കുക. അത് അറിയായിട്ടാണ് അങ്ങനെ ഉണക്കറ്. എല്ലാം കണ്ട വിരുന്ന് ഇവരേൻ്റെ അകത്തെല്ലാം പുഴുവാണ്. എല്ലാം പുഴുവങ്ങ് പോയി. അടുത്തൊക്കെ റൗണ്ടിക്കുണ്ടാവും. അപ്പോൾ ഇതിലിങ്ങനെ ഉടവായാലൊന്നുമില്ല. ഇതിൻ്റെ ഈ സാധനം മുറിഞ്ഞു പോറ്, അത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് നല്ലോണം വളവും എല്ലാം ആലവളവും വെണ്ണീരും മണ്ണും എല്ലാം കൂട്ടി കുഴച്ചിട്ട് പാക്കറ്റിൽ നിറച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ വെള്ളം നനച്ചാൽ ഉണ്ടായി. ഇതിപ്പോൾ ഇത്രയായി. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപ്പ് എടുക്കേണ്ടത്. ഇതൊന്നും ഒറ്റേൻ്റെയും മൊന മുറിഞ്ഞിട്ടില്ല കേട്ടോ. നല്ല പരിപ്പാണ്. ഇനി ഇത് പാവേണ്ട രീതി ഞാൻ പിന്നെ ഒരു ദിവസം വേണമെങ്കിൽ കാണിച്ചു തരും. പാക്കറ്റ് നമ്മൾ മുമ്പൊന്നും പാക്കറ്റിലൊന്നല്ല പാവുക. ഈ സ്ഥലം തന്നെ നല്ല വൃത്തിയാക്കിയിട്ട് ലൈനായിട്ട് ഇങ്ങനെ ആണി കീറി അതിൽ വളം ഇട്ടിട്ട് ഓരോ പരിപ്പെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ദൂരം ഞാൻ മണ്ണങ്ങ് മൂടും. അത് തനിയെ പൊടിച്ചോളും. വെള്ളം നനക്കുമ്പോൾ തനിയെ പൊടിക്കും. അപ്പോൾ ഇപ്പം പാക്കറ്റിലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ പാക്കറ്റോടെ എടുത്തങ്ങ് പോകാമല്ലോ. അതുകൊണ്ടാണ് പാക്കറ്റിലെല്ലാം പായാൽ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം മുറിച്ച് പായി കൊടുത്ത